ഹലോ ഗായ്സ്, എല്ലാവർക്കും ക്യൂസ് ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വായനാ ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളെ പറ്റിയാണ്. ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടാവും. അതിൻ്റെ ആൻസർ അറിയുമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഞങ്ങൾ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ അതിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ദേശീയ വായനാ ദിനമെന്ന്. ഉത്തരം ജൂൺ 19. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരുടെ ഓർമ്മക്കായാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ ചരമദിനമായതുകൊണ്ടാണ് ജൂൺ 19 നാം വായനാ ദിനമായി ആഘോഷിക്കുന്നത്. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? ജൂൺ 19 വായനാ ദിനമാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1996 മുതലാണ് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ എളുപ്പമുള്ളതായിരിക്കും. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഞാൻ നേരത്തെ അതിൻ്റെ ആൻസർ പറഞ്ഞിരുന്നു. അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഉത്തരം പി.എൻ. പണിക്കർ. പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് പി.എൻ. പണിക്കരുടെ മുഴുവൻ പേര്. പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? പി.എൻ. പണിക്കർ എവിടെയാണ് ജനിച്ചത്? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ എന്ന സ്ഥലത്താണ് പി.എൻ. പണിക്കരുടെ ജന്മസ്ഥലം. എഴുത്തച്ഛൻ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപൻ ആരാണ്? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് അൽ അമീൻ പത്രത്തിൻ്റെ പത്രാധിപൻ. കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം എന്താണ്? അതിൻ്റെ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്യൂസ് ആൻഡ് ലേണിങ്ങിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. സാഹിത്യലോകം എന്നാണ് അതിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നമ്മളുടെ മാതൃഭാഷയായ മലയാളമാണ് കേരളത്തിൻ്റെ ഭരണഭാഷ. കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ജൂൺ 25 വരെയാണ്. നിങ്ങൾക്കെല്ലാവർക്കും വായനാ ദിന ക്യൂസിൻ്റെ എല്ലാ ക്വസ്റ്റ്യങ്ങളും ഉത്തരങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. വായനാ ദിന ക്യൂസ് എല്ലാവരും വിജയിച്ചു വരിക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.